പഴയ ശത്രുത, പുതിയ പോരാട്ടഭൂമി. സർക്രീക്ക് പുതിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീക്കുമ്പോൾ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മുന്നറിയിപ്പ് ഇന്ത്യ പാകിസ്ഥാന് നൽകുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ പുതിയൊരു കൊടുങ്കാറ്റ് രൂപം കൊള്ളുകയാണ്. ഇതൊരു പുതിയ കൊടുങ്കാറ്റല്ല, കാലങ്ങളോളം പഴക്കമുള്ളത് തന്നെയാണ്. എന്നാൽ അത്ര സജീവമല്ലാതെ കിടന്ന ഒരു പ്രശ്നം വീണ്ടും സജീവത ആർജിക്കുകയാണ്. പക്ഷേ അത് സാധാരണ കാശ്മീർ മേഖലയിലെ സംഘർഷമല്ല, മറിച്ച് കഴിഞ്ഞ 78 വർഷമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന സർക്രീക്ക് തർക്കം നിലനിൽക്കുന്ന റാൺ ഓഫ് കച്ചിലെ വിദൂര ചതുപ്പുനിലങ്ങളിലാണ് ഈ പുതിയ സംഘർഷം രൂപം കൊള്ളുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ വിശാലമായ പശ്ചാത്തലത്തിൽ സർക്രീക്ക് തർക്കം കേന്ദ്രബിന്ദുവായി മാറിയിട്ടില്ലെങ്കിലും വിവിധ ഘടകങ്ങൾ കാരണം ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. വാസ്തവത്തിൽ സർക്രീക്ക് തർക്കം പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധക്കളമായ സിയാച്ചിൻ പോലെ സർക്രീക്ക് ഇന്ത്യക്കാരുടെയും പാകിസ്ഥാനികളുടെയും ഭാവനയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സ്ഥലമോ പ്രശ്നമോ ഒന്നുമല്ല. സർക്രീക്ക് തർക്കത്തിൻ്റെ ഫലം രണ്ട് രാജ്യങ്ങളുടെയും ഭാവിയിൽ വളരെയധികം ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. സർക്രീക്കിലെ സമുദ്ര അതിർത്തിയിലെ ചെറിയ മാറ്റം പോലും അറബിക്കടലിലെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ അതിൻ്റെ 100 കണക്കിന് മൈലുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കും. കൂടാതെ ഈ പ്രദേശം ഹൈഡ്രോ കാർബണുകളാൽ സമ്പന്നമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ സമുദ്ര അതിർത്തിയിലെ ഏത് മാറ്റവും കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടങ്ങൾക്ക് കാരണമാകും. ഒക്ടോബർ 2 ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർക്രീക്ക് മേഖലയെക്കുറിച്ച് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. അതിൻ്റെ പ്രാദേശിക സമഗ്രതയുടെ വിഷയത്തിൽ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ആവർത്തിച്ചു. ഈ മേഖലയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഏതൊരു സാഹസിക നീക്കത്തിനും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കടുത്ത പ്രതികരണമുണ്ടാകുമെന്നും അത് ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും ഒരുപോലെ മാറ്റാൻ പ്രാപ്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംവാദത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ്റെ ഉദ്ദേശങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. സർക്രീക്കിനടുത്തുള്ള സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ സമീപകാല വിപുലീകരണം ഈ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നു. കറാച്ചിയിലേക്കുള്ള വഴി സർക്രീക്കിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ഓർമ്മിക്കണമെന്ന് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ നടപടിയെടുക്കാൻ തുനിഞ്ഞാൽ അതിനുള്ള മറുപടി വളരെ ശക്തമായിരിക്കും. അത് ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും മാറ്റിമറിക്കും. 1965 ഇന്ത്യൻ സൈന്യം ലാഹോറിലെത്തി ധൈര്യം കാണിച്ചു. 2025 കറാച്ചിയിലേക്കുള്ള പാതയും ക്രീക്കിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പാകിസ്ഥാൻ ഓർമ്മിക്കണമെന്ന് സിംഗ് പറഞ്ഞു. ഇതൊരു ഒറ്റപ്പെട്ട പ്രസ്താവനയായിരുന്നില്ല. ഒക്ടോബർ 3 ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അയൽക്കാരൻ ഭീകരത അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ നിലനിൽപ്പ് അപകടത്തിലാക്കുമെന്ന്. ലോക ചരിത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും പാകിസ്ഥാൻ ഒരു സ്ഥാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത അവസാനിപ്പിക്കണം. ഓപ്പറേഷൻ സിന്ദൂർ 1 ചെയ്തതുപോലെ ഇത്തവണ ഞങ്ങളൊരു സംയമനവും കാണിക്കില്ല. വീണ്ടും പ്രകോപനമുണ്ടായാൽ ഒരു പടി മുന്നോട്ട് പോകും. സൈനികരുടെ പ്രവർത്തന സന്നദ്ധത അവലോകനം ചെയ്യുന്നതിനായി ബിക്കാനീർ മിലിറ്ററി സ്റ്റേഷൻ സന്ദർശിച്ച വേളയിൽ കരസേന മേധാവി പറഞ്ഞു. ചരിത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും ഒരു സ്ഥാനം വേണോ വേണ്ടയോ എന്ന് പാകിസ്ഥാൻ പുനർവിചിന്തനം നടത്താൻ നിർബന്ധിതനാകുന്ന തരത്തിൽ നമ്മൾ അതിനെ ശക്തമായി നേരിടാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനുമായുള്ള മറ്റൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ ജനറൽ ദ്വിവേദി ഇന്ത്യൻ സൈനികരോട് ആവശ്യപ്പെട്ടു. ദയവായി പൂർണ്ണമായും തയ്യാറാകൂ. നിങ്ങൾ ദൈവം അനുവദിച്ചാൽ നിങ്ങൾക്ക് വളരെ വേഗം മറ്റൊരു അവസരം ലഭിക്കും. എല്ലാ ആശംസകളും. ജയ് ഹിന്ദ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ഒക്ടോബർ 2 ഇന്ത്യൻ വ്യോമസേന എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗും സൈനികരോട് തയ്യാറെടുക്കാൻ പറഞ്ഞിരുന്നു. വർത്തമാന ഭാവി യുദ്ധങ്ങൾക്ക് തയ്യാറായിരിക്കുക. എല്ലാ സേവനങ്ങളുമായും ഏജൻസികളുമായും സംയോജിത സമീപനം സ്വീകരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും എയർ ചീഫ് മാർഷലും നടത്തിയ 3 പ്രസ്താവനകൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കൂടാതെ പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രവും ചരിത്രവും മാറ്റുമെന്ന് പറയുന്നത് പോലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ ഇത്രയും നാൾ ഇന്ത്യൻ സൈനിക നേതൃത്വം പുറപ്പെടുവിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ അസാധാരണമായ പ്രസ്താവനകൾ സത്യത്തിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. അതായത് കാര്യങ്ങൾ അല്പം ഗൗരവതരമാണ് എന്ന് തന്നെയാണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. തുടർച്ചയായി ശക്തമായ വാക്കുകൾ കൊണ്ട്
അലങ്കരിക്കുന്ന ഈ പ്രസ്താവനകൾ സർക്രിക് മേഖലയിൽ പാകിസ്ഥാൻ എന്തെങ്കിലും നടപടിക്ക് തയ്യാറെടുക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യക്ക് വിശ്വസനീയമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ ഉണ്ടെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. കൂടാതെ ഏത് പ്രകോപനത്തിനും ഉചിതമായ മറുപടി നൽകുമെന്ന് ഇസ്ലാമാബാദിന് മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു ഈ പ്രസ്താവനകൾ. സർക്രിക് മേഖലയിൽ പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് ഒന്നിലധികം ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് അക്കൗണ്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് ഇന്ത്യൻ ഭാഗത്ത് ആശങ്ക ഉയർത്തുന്നു. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്രിക് അതിർത്തി ഔട്ട്പോസ്റ്റുകൾ സന്ദർശിക്കുകയും അവിടെ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈനികരെ കാണുകയും ചെയ്തിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. വാസ്തവത്തിൽ പലർക്കും അറിയില്ല, പക്ഷേ 1948 മുതൽ 3 യുദ്ധങ്ങൾ നടത്തിയിട്ടും കാശ്മീരിൻ്റെ പുതിയ ഒരു പ്രദേശവും നേടാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ലെങ്കിലും റാൺ ഓഫ് കച്ച് മേഖലയിൽ ഇസ്ലാമാബാദ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രദേശം കൈവശപ്പെടുത്തുന്നതിൽ വിജയിച്ചു. അതിന്നും പാകിസ്ഥാൻ്റെ കൈവശമാണ് ആ കുറച്ച് പ്രദേശങ്ങൾ. കൂടാതെ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ഓപ്പറേഷൻ ജിബ്രാൾട്ടറിൻ്റെ പേരിലാണ് ആളുകൾ ഓർമ്മിക്കുന്നത്. എന്നാൽ ജമ്മു കാശ്മീരിലെ പാകിസ്ഥാൻ കടന്നുകയറ്റത്തിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും റാൺ ഓഫ് കച്ച് മേഖലയിൽ നേരിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയിരുന്നുവെന്ന് പലർക്കും അറിയില്ല. 1965 ഓഗസ്റ്റോടെ ഇത് കൂടുതൽ വിപുലമായ യുദ്ധത്തിന് വഴിയൊരുക്കി. സർക്രിക് എവിടെയാണ്? സർക്രിക് ആദ്യം ബാൻഗംഗ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ് ഇന്നത്തെ പേര് ലഭിച്ചത്. ഇന്ത്യയിലെ ഗുജറാത്തിലും പാകിസ്ഥാനിലെ സിന്ധിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ 96 കിലോമീറ്റർ നീളമുള്ള ഒരു വേലിയേറ്റ അഴിമുഖമാണ് ഈ സർക്രിക്. എന്നിരുന്നാലും ജമ്മു, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് വ്യത്യസ്തമായി സർക്രിക്കിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി വേർതിരിക്കപ്പെട്ടിട്ടില്ല. അതൊരു തർക്കപ്രദേശമായി തുടരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പരസ്പര കരാർ പ്രകാരം ജമ്മുവിലെ സാംബ സെക്ടർ മുതൽ റാൺ ഓഫ് കച്ചിലെ ബോർഡർ പില്ലർ നമ്പർ 1175 വരെയുള്ള അന്താരാഷ്ട്ര അതിർത്തി നിർവചിക്കപ്പെടുന്നു. ജമ്മുവിലെ സാംബ സെക്ടറിന് വടക്ക് ഭാഗത്തായി സിയാച്ചിൻ ഹിമാനിയിലേക്കുള്ള നിയന്ത്രണ രേഖ സ്ഥിതി ചെയ്യുന്നു. റാൺ ഓഫ് കച്ചിലെ ബോർഡർ പില്ലർ നമ്പർ 1175 തെക്ക് ഭാഗത്തായി സർക്രിക് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ഔപചാരിക കരാറിലും എത്തിയിട്ടില്ല. സർക്രിക് അറബിക്കടൽ വരെ നീളുന്നു. സർക്രിക് തർക്കത്തിൻ്റെ ഉത്ഭവവും ചരിത്രവും എന്താണ്? സിന്ധ് കച്ച് ഡിവിഷനുകൾക്കിടയിൽ ഈ പ്രദേശം വേർതിരിക്കാൻ ശ്രമിച്ച 1914 ബോംബെ സർക്കാർ പ്രമേയത്തിലെ വ്യവസ്ഥകളിലാണ് ഈ തർക്കത്തിൻ്റെ ഉത്ഭവം. അക്കാലത്ത് സിന്ധ് കച്ച് പ്രദേശങ്ങൾ ബോംബെ പ്രസിഡൻസിയുടെ ഡിവിഷനുകളായിരുന്നു. രണ്ടും യുണൈറ്റഡ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗവുമായിരുന്നു. 1914 സിന്ധ് കച്ച് ഡിവിഷനുകൾക്കിടയിൽ സർക്രിക് മേഖലയുടെ അധികാരപരിധി സംബന്ധിച്ചൊരു തർക്കം ഉടലെടുത്തിരുന്നു. 1914 ബോംബെ സർക്കാർ പ്രമേയം സർക്രിക് മേഖലയിലെ സിന്ധ് കച്ച് ഡിവിഷനുകൾ തമ്മിലുള്ള അതിർത്തി നിർണയിച്ചുകൊണ്ട് ഈ തർക്കം പരിഹരിക്കാൻ ശ്രമിച്ചു. കരാറിലെ 9ാം ഖണ്ഡികയിൽ അതിർത്തി ക്രീക്കിൻ്റെ കിഴക്ക് ഭാഗത്താണ് എന്ന് പറയപ്പെടുന്നു. സർക്രിക് മേഖലയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഈ ജലചാലിൻ്റെ കിഴക്കൻ കരയിലാണെന്ന വാദത്തെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ പലപ്പോഴും ഈ ഖണ്ഡിക ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സർക്രിക് മുഴുവൻ പാകിസ്ഥാൻ്റേതാണെന്ന് അവർ പറയുന്നു. എന്നിരുന്നാലും 1914 സിന്ധ് കച്ച് പ്രദേശങ്ങൾ ബോംബെ പ്രസിഡൻസിയുടെ ഡിവിഷനുകളായിരുന്നു. അവ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗവുമായിരുന്നു. 1947 ശേഷം സിന്ധ് പാകിസ്ഥാൻ്റെയും കച്ച് ഇന്ത്യയുടെയും ഭാഗമായി. അതിനാൽ ഈ മേഖലയിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി അന്താരാഷ്ട്ര സമുദ്ര നിയമതത്വങ്ങൾക്ക് അനുസൃതമായി, പ്രത്യേകിച്ച് താൽവേക്ക് തത്വത്തിന് അനുസൃതമായി പരിഹരിക്കേണ്ടതുണ്ടെന്ന് ന്യൂഡൽഹി അവകാശപ്പെടുന്നു. താൽവേക്ക് തത്വമനുസരിച്ച് സഞ്ചാരയോഗ്യമായ ചാനലിൻ്റെ മധ്യത്തിലൂടെ മാത്രമേ അതിർത്തി നിശ്ചയിക്കാൻ കഴിയൂ. അതിനാൽ ഇന്ത്യയുടെ അഭിപ്രായത്തിൽ സർക്രിക് മേഖലയിലെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള അതിർത്തി സർക്രിക്കിൻ്റെ മധ്യത്തിലായിരിക്കണം. എന്നിരുന്നാലും സർക്രിക് ജലഗതാഗതത്തിന് അനുയോജ്യമല്ലാത്തതിനാൽ താൽവേക്ക് തത്വമനുസരിച്ച് തർക്കം പരിഹരിക്കാൻ കഴിയില്ലെന്ന് വാദിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇതിനെ എതിർക്കുന്നു. എന്നിരുന്നാലും ഉയർന്ന വേലിയേറ്റ സമയത്ത് ഈ പ്രദേശം ജലഗതാഗതത്തിന് അനുയോജ്യമാണെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി അതിർത്തി തീരുമാനിക്കണമെന്നും ഇന്ത്യ വാദിക്കുന്നു. കൂടാതെ തങ്ങളുടെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ 1914
ബോംബെ സർക്കാർ പ്രമേയത്തിലെ ഖണ്ഡിക 10 ഉദ്ധരിക്കുന്നു. അതിൽ സർക്രിക് വിഷയത്തിൽ ഭൂരിഭാഗവും സഞ്ചാരയോഗ്യമാണെന്ന് പറയുന്നു. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് റാൺ ഓഫ് കച്ചിൻ്റെ വടക്കൻ ഭാഗത്ത് അന്താരാഷ്ട്ര അതിർത്തി വേർതിരിച്ചപ്പോൾ ബോർഡർ പില്ലർ നമ്പർ 1175 അതിർത്തി പില്ലറിൻ്റെ അവസാന പോയിന്റായി വർത്തിച്ചു. എന്നാൽ ബോർഡർ പില്ലർ നമ്പർ 1175 തെക്ക് ഭാഗത്തുള്ള പ്രദേശം, അതായത് സർക്രിക് മേഖല അടയാളപ്പെടുത്താതെ കിടന്നു. 1950കളിൽ ഇരു രാജ്യവും സർക്രിക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല. 1965 ഈ തർക്കം ഒരു സൈനിക ഏറ്റുമുട്ടലായി മാറി. 1965 യുദ്ധവും സർക്രിക്കും പൊതുവായുള്ള ഓർമ്മയ്ക്ക് വിരുദ്ധമായി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചത് ശരിക്കും കാശ്മീരിൽ നിന്നല്ല. ഓഗസ്റ്റിൽ പാകിസ്ഥാൻ കാശ്മീരിൽ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ ആരംഭിച്ചു. എന്നിരുന്നാലും അതിന് 4 മാസം മുമ്പ് പാകിസ്ഥാൻ ഓപ്പറേഷൻ ഡെസേർട്ട് ഹാക്ക് ആരംഭിച്ചപ്പോൾ തന്നെ റാൺ ഓഫ് കച്ചിൽ ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും ഏറ്റുമുട്ടിയിരുന്നു. ഏറ്റുമുട്ടലിനിടെ സൈനികരെ പിന്തുണയ്ക്കാൻ ടാങ്കുകളും കനത്ത പീരങ്കികളും ഉണ്ടായിരുന്നു. ഇരുവശത്തും നിരവധി പേർ മരിച്ചു. ഏപ്രിൽ അവസാനത്തോടെ റാൺ ഓഫ് കച്ചിലെ 5 മൈലിലധികം ഇന്ത്യൻ പ്രദേശം പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹരോൾഡ് വിൽസന്റെ മധ്യസ്ഥതയിൽ 1965 ജൂൺ 30 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചു. എന്നിരുന്നാലും ഈ വെടിനിർത്തൽ കരാറിന് 3 മാസങ്ങൾക്ക് ശേഷം കാശ്മീരിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കൂടുതൽ ഗുരുതരവും വിശാലവുമായ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. എന്നിരുന്നാലും 1965 ജൂൺ 30 വെടിനിർത്തൽ കരാറിൽ തീരുമാനിച്ചതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ തർക്കം അന്താരാഷ്ട്ര മധ്യസ്ഥതയ്ക്ക് സമർപ്പിക്കാൻ സമ്മതിച്ചു. 1968 ഇൻഡോ പാകിസ്ഥാൻ വെസ്റ്റേൺ ബൗണ്ടറി കേസ് ട്രിബ്യൂണൽ അതിൻ്റെ വിധി പുറപ്പെടുവിച്ചു. റാൺ ഓഫ് കച്ചിൻ്റെ ഏകദേശം 90% ഇന്ത്യക്ക് വിട്ടുകൊടുത്തു. എന്നിരുന്നാലും കാഞ്ചർകോട്ട് കോട്ടയും തൊട്ടടുത്തുള്ള വേലിയേറ്റ തടങ്ങളും ഷഡ്ബെറ്റ് ചുറ്റുമുള്ള ഉപ്പുപാടങ്ങളും ഉൾപ്പെടെ ഏകദേശം 350 ചതുരശ്ര മൈൽ പ്രദേശം, അതായത് റാൺ ഓഫ് കച്ചിൻ്റെ 10% സ്ഥലങ്ങൾ പാകിസ്ഥാന് നൽകി. അങ്ങനെ സൈനിക വിജയങ്ങൾ നേടിയെങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യക്ക് റാൺ ഓഫ് കച്ചിലെ ആ പ്രദേശം പാകിസ്ഥാന് വിട്ടുകൊടുക്കേണ്ടി വന്നു. എന്നിരുന്നാലും ആ ട്രിബ്യൂണൽ പോലും സർക്രിക്കിനെ കുറിച്ചുള്ള തർക്കം പരിഹരിക്കപ്പെടാതെ വിട്ടു. ഇതിനു പുറമെ 1999 കാർഗിൽ സംഘർഷത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം സർക്രിക് മേഖലയിലാണ് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ നാവികസേനയുടെ ഒരു ബ്രിഗേഡ് അറ്റ്ലാന്റിക് സമുദ്ര പെട്രോളിംഗ് വിമാനം വെടിവെച്ചിട്ട് 16 പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടത്. വീണ്ടും 2007 2012 ഇന്ത്യയും പാകിസ്ഥാനും സർക്രിക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അസ്ഥിരമായ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഒരു സൈനിക ഏറ്റുമുട്ടലിനെക്കുറിച്ചുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തുകൊണ്ട് സർക്രിക്ക് പ്രധാനമാകുന്നു? സർക്രിക്ക് മിക്കപ്പോഴും ഒരു മരുഭൂമി പോലെയാണ്. മൺസൂൺ കാലത്ത് ഇതൊരു ചതുപ്പു നിലമായി മാറുന്നു. എന്നിരുന്നാലും ഈ പ്രദേശം മത്സ്യബന്ധനത്താൽ സമ്പന്നമാണ്. ഈ പ്രദേശത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക മൂല്യം അതിൻ്റെ ഹൈഡ്രോ കാർബൺ വിഭവങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തുന്നു. തണ്ണീർത്തടങ്ങൾ എണ്ണശേഖരത്താൽ സമ്പന്നമാണ്. കൂടാതെ സർക്രിക്കിൻ്റെ അതിർത്തിയിലെ ഏതൊരു മാറ്റവും അറബിക്കടലിലെ 100 കണക്കിന് ചതുരശ്ര മൈൽ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകും. അറബിക്കടലിൻ്റെ ഈ ഭാഗം എണ്ണ വിഭവത്താൽ സമ്പന്നമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ സർക്രിക്ക് ഒരു ചതുപ്പുനിലം മാത്രമായിരിക്കാമെങ്കിലും ഈ മേഖലയിലെ അതിർത്തിയിലെ ഏതൊരു മാറ്റവും കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടത്തിന് കാരണമാകും. നിലവിലെ സ്ഥിതിഗതികൾ തകർക്കരുതെന്ന് ഇന്ത്യ പാകിസ്ഥാന് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാനം ദുർബലമായതിനാൽ ഈ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മറ്റൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിൽ അതിശയിക്കാനില്ല.